ഇന്ന് ഞാൻ ഡിന്നറിന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി എന്താണെന്നറിയാം, പാൽ പൊറോട്ട. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് ഒരു ദിവസം ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ പാൽ പൊറോട്ട അവിടെ മെനു ചാർട്ടിൽ കണ്ടിട്ട് ഞങ്ങൾ വാങ്ങിച്ചു. കഴിച്ചു കഴിയുമ്പോൾ അത് വെച്ച് ചേർത്തേക്കുന്ന പാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അകത്ത് വെച്ചേക്കുന്ന സാധനം കൂടെ ഉള്ളത് ചിക്കൻ പെരട്ട ഒന്ന് മനസ്സിലായി. നമുക്കത് ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ പെരട്ട ഉണ്ടാക്കണം. പൊറോട്ട ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല, ഉണ്ടാക്കിയാൽ ശരിയാകത്തുള്ളൂ. പൊറോട്ട വെളിയിൽ നിന്ന് ചിക്കൻ പെരട്ട ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്കത് ഉണ്ടാക്കിയിട്ട് നോക്കാതെ ഒരു ചട്ടിക്കകത്തൊക്കെ അത് ചെയ്തു തരുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ പെരട്ട ഒന്ന് ഉണ്ടാക്കാം, പിന്നീട് നമുക്ക് അതിനെ പാൽ പൊറോട്ട ആക്കി എടുക്കാം. പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചേർക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മതി. എളുപ്പം ഉണ്ടാക്കാനൊക്കുന്നൊരു പെരട്ടാണിത്. 4-5 പച്ചമുളക്, ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 4 മീഡിയം സൈസ് സവാള, ഇത്ര എടുത്ത് വെച്ചേക്കുന്നത്. നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കുകയാണ്. മിക്സിക്കകത്തിനുള്ള ചതച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കല്ലേ വെച്ചൊന്ന് ചതച്ചെടുക്കാം. ഞാനിത് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതിനെ നമുക്ക് അതിലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിനി പെരട്ടുണ്ടാക്കി തുടങ്ങാം. അതിന് ഞാനിപ്പോൾ നല്ല ചെവിട് കെട്ടുള്ള ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് എണ്ണ വേണം. 1/2 കപ്പ് 3/4 കപ്പോളം എണ്ണ വേണം. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഇവിടെ എണ്ണ അതിൻ്റെ ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ നല്ല 2 സ്പൂൺ പൊടി മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്നര ടീസ്പൂൺ മസാല, നമ്മുടെ ഏരിയയിൽ കണക്കൊക്കെയുള്ള മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ 4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ എരിയുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ തന്നെ ചൂടാക്കി എടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പൊടിയെല്ലാം പച്ചമണമൊക്കെ മാറി വരണം. മുളക് പൊടിയൊക്കെ എരിയ കണക്കാക്കി ചേർക്കണം. ഞാൻ എരി കൂടുതൽ വേണമെന്നാണ് ചേർത്തേക്കുന്നത്. എരി കുറച്ച് മതി എന്നുള്ളവർക്ക് അത് കുറച്ച് ചേർക്കും. ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വരുന്നതല്ലേ, അപ്പോൾ അത് കണക്കാക്കി ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചിക്കൻ അങ്ങോട്ട് കൊടുക്കാം. ചിക്കനകത്ത് വെള്ളം ഒട്ടും ചേർക്കാതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വലിയ കഷ്ണമായിട്ടാണ് ചിക്കൻ എടുത്തേക്കുന്നത്, തീരെ ചെറുതാക്കിയിട്ടില്ല. നമുക്കിനി ചിക്കനെ നല്ലപോലെ ഒന്ന് പുരട്ടി മുളകും എല്ലാം മസാലയും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് പുരണ്ട ചിക്കനിലോട്ട് പിടിച്ച് വരട്ടെ. അതൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കാം നോക്കാൻ. എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. മസാല എല്ലാം അതിലൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് അതിനകത്ത് വേണം ഇത് വെന്ത് വരാനായിട്ട്. നമുക്കത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒട്ടും വെള്ളമില്ലാതെ വെച്ചെങ്കിലും ഇതിനകത്തിൽ രണ്ട് വെള്ളം വരുന്നുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നത് വെന്തോളും. അപ്പോൾ ഇതൊരു പകുതി വേവായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ.
നമുക്ക് വീണ്ടും അങ്ങ് അടച്ച് വെക്കാം. ഒരു പകുതി വേവായിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കാം. അങ്ങനെ നമ്മൾ ആ ചിക്കൻ വെച്ചിട്ട് അരമണിക്കൂർ കൂടുതലായി. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ആവശ്യം പോലെ വെള്ളമുണ്ട് അതിനകത്തിൽ. പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അരഞ്ഞിട്ടില്ല, ചതച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ച് ആ വെള്ളമൊക്കെ വറ്റി പെരണ്ട് വരണം. അപ്പം നല്ല ചിക്കൻ പെരട്ടാവും. എളുപ്പം ഉണ്ടാക്കിയെടുക്കാനൊപ്പം. ചിക്കൻ വേവുന്ന താമസം മാത്രമേ ഉള്ളൂ. ചേരുവകളൊക്കെ കുറച്ച് മതി. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെരട്ടാണിത്. നമുക്കിതിനെ വീണ്ടും അടച്ചു വെക്കാം. ഞാൻ ആദ്യം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടുന്നു. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഇട്ട നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വെന്ത് ഇതുമായിട്ട് യോജിച്ച് ആ വെള്ളമൊക്കെ വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറയുന്നൊന്ന് നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം. നമുക്ക് ഇനി അടച്ചു വെക്കാം. ഇവിടെ കറണ്ട് പോയേക്കാണ് ഇപ്പോഴ്. അതുകൊണ്ട് ശരിക്കും അത് കാണാനൊക്കെ ഒന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ ചിക്കൻ പെരട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യം അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പൊറോട്ട ഞാൻ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഒരു ചട്ടിക്കകത്ത് ഇതിൻ്റെ ഒരില വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചട്ടി പാൽ പൊറോട്ട അന്ന് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അതിലേക്ക് നമ്മൾ 2 പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചിക്കൻ പെരട്ട് അതിൻ്റെ മേലിൽ ഈ പെരട്ട് നമ്മൾ അതിൻ്റെ മേലിലേക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഒരു ചട്ടി ഒരാക്കെന്നുള്ളതാണ് കണക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത 2 പൊറോട്ടയുടെ വെക്കാം. അവർ നമുക്ക് തരുമ്പോൾ ഇതിനകത്ത് അലൂമിനിയം ഫോയിൽ വെച്ച് ഇങ്ങനെ അടച്ചൊക്കെയാണ് തരുന്നത്. നമ്മളതിന് പകരം അടപ്പ് വെച്ച് അടച്ചാണ് വെക്കുന്നത്. വീണ്ടും അതിൻ്റെ മേലിൽ കുറച്ച് പാലൊഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ നമ്മൾ ഒരടപ്പ് വെച്ച് അടച്ച് ഇങ്ങനെ വെച്ചിട്ട് അടുപ്പേ കൊണ്ടുവച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി അതിനകത്ത് ഇതെല്ലാം കൂടെ മിക്സായി വരണം. അതിന് വേണ്ടിയിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആ പ്രോസസ്സ് എനിക്ക് കാണിക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു തരികയാണ്. ഇതിനെ അടുപ്പേ കൊണ്ടുവച്ച് വെക്കുന്ന ശരിയാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ഈ പൊറോട്ട എല്ലാം ഓരോ ചട്ടിക്കകത്താക്കി സെറ്റ് ചെയ്തെടുക്കാം. അപ്പം കറണ്ട് വന്നു. ഇനി നമ്മുടെ കിഴിപ്പൊറോട്ട അടുപ്പേ വെച്ചത് കണ്ടോ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ അങ്ങ് അണച്ചു കൊടുക്കാം. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് കഴിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിൻ്റെ പാൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, കഴിക്കാൻ എടുക്കുന്നത്, ഇങ്ങനെ മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ്. പാലും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണിത്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈ ക്യാമറ തെറ്റ് നടക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞാൽ മതി. അങ്ങനെയുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ഒന്ന് വാങ്ങിച്ചതിൻ്റെ ഉള്ളതൊന്ന് പൊറോട്ടയ്ക്ക്
വ്യത്യാസം വരുന്നില്ലേ? കുഴപ്പമില്ലല്ലേ? വളരെ എളുപ്പം ഉണ്ടാക്കാനൊക്കുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇപ്പോൾ എല്ലാവരും പൊറോട്ടയും ബീഫും ചിക്കനും ഒക്കെ പ്രത്യേകം കഴിക്കുക. ഇത് ഇങ്ങനെ ഒന്നിച്ച് കഴിക്കുമ്പം അതിന് പ്രത്യേക ടേസ്റ്റ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.